പ്രവാസി ക്ഷേമ പെൻഷന് 32 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഓണത്തിന് മുന്നോടിയായി പെൻഷൻ തുക പ്രവാസികളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തും. കുടിശ്ശിക തുക അനുവദിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ദൃശ്യ പുതിയിടത്ത് ചേരുന്നു. ദൃശ്യ, അങ്ങനെ ഓണത്തോടനുബന്ധിച്ച് പ്രവാസികൾക്ക് ആശ്വാസം അല്ലേ? ലക്ഷ്മി, തീർച്ചയായും കഴിഞ്ഞ 3 മാസമായി ക്ഷേമ പെൻഷൻ, പ്രവാസികളുടെ ക്ഷേമ പെൻഷൻ മുടങ്ങിയിരുന്നു. ആ തുകയാണ് ഇനി ഒരു മുടക്കവുമില്ലാതെ ഓണത്തിന് മുൻപ് തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് എത്തുമെന്ന് 32 കോടി രൂപ അതിനായി അനുവദിച്ചിട്ടുണ്ട്. ഇനി കുടിശ്ശിക ഓണത്തിന് മുൻപ് തന്നെ ഓണത്തിന് മുൻപ് തന്നെ ഇത് ബാങ്കുകളിലേക്ക് എത്തും, അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നാണ് അതിനുള്ള നിർദ്ദേശവും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. 32 കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി അനുവദിച്ചിട്ടുള്ളത്. ഈ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ജോലി അവസാനിപ്പിച്ച് നാട്ടിലെത്തിയവരുമായി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ 3000 മുതൽ 3500 അതിന് മുകളിലൊക്കെയാണ് ഈ അടച്ച വർഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള തുക ലഭിക്കുന്നത്. അത് 3 മാസമായി ക്ഷേമ പെൻഷൻ മുടങ്ങിയത് പ്രവാസികളെ ദുരിതത്തിലാക്കിയിരുന്നു. പ്രവാസി വെൽഫെയർ ബോർഡുമായി ബന്ധപ്പെടുമ്പോൾ ഫണ്ടില്ല എന്നൊരു മറുപടിയായിരുന്നു അവർക്ക് ലഭിച്ചിരുന്നത്. 2026 മെയ് മുതലുള്ള പ്രവാസി ക്ഷേമ തുകയാണ് ഇത്തരത്തിൽ കുടിശ്ശികയായത്. എന്തായാലും ആ കുടിശ്ശിക തീർത്തുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഓണത്തിന് മുൻപ് ഈ കുടിശ്ശിക തീർത്തുകൊണ്ട് അവർക്ക് പെൻഷൻ തുക അക്കൗണ്ടിലേക്ക് എത്തിക്കാനുള്ള തുകയാണ് ഇപ്പോൾ ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വർഷം ഇതുമായി ബന്ധപ്പെട്ട ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ പെൻഷൻ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് പെൻഷൻ തുക മുടങ്ങുകയും അവർക്ക് വലിയ ദുരിതത്തിലേക്ക് പോവുകയും ചെയ്തത്. എന്തായാലും അതിനൊരു അറുതി വന്നിരിക്കുന്നു. ഓണത്തിന് മുൻപ് തന്നെ മറ്റു ക്ഷേമ പെൻഷനുകളുടെ കാര്യം എന്താണ്? ഏതെങ്കിലും ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ആശങ്കയോ മുടക്കമോ ഉണ്ടോ ദൃശ്യ? ലക്ഷ്മി, മറ്റ് ക്ഷേമ പെൻഷന്റെ കാര്യങ്ങളൊക്കെ തന്നെ സർക്കാർ അതിന്റെ പരിഗണനയിൽ വെച്ചിട്ടുണ്ട്. മറ്റ് ക്ഷേമ പെൻഷനുകളൊക്കെ തന്നെ ഓണത്തിന് മുൻപ് തന്നെ കൊടുത്തു തീർക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇതീ പറഞ്ഞതുപോലെ 3 മാസമായി കുടിശ്ശികയായി കിടക്കുന്നത് കൊണ്ട് തന്നെ പ്രവാസികളോടുള്ള പ്രതിബദ്ധത കണക്കിലെടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നം പരിഹരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് മറ്റ് ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു അറിയിപ്പ് വന്നിട്ടില്ല എന്നുള്ളതാണ് ലക്ഷ്മി. ദൃശ്യ പുതിയിടത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. Big TV without fear or favor.